അടുത്ത ബംഗാൾ കേരളം, കേരളം അടുത്ത ബംഗാൾ ആകും. ഈ ഒരു പല്ലവി കഴിഞ്ഞ 10 വർഷങ്ങളെങ്കിലുമായി സോഷ്യൽ മീഡിയയിലും പുറത്തും പാടിക്കൊണ്ട് ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നേരെ ആഹ്ലാദത്തോടെ ചാടുന്നവരാണ് കോൺഗ്രസ്, ലീഗ്, വലതുപക്ഷങ്ങൾ. CPIM ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ 3 സംസ്ഥാനങ്ങൾ മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. പശ്ചിമ ബംഗാൾ അടക്കം ഈ 3 സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതും അടക്കി ഭരിച്ച കോൺഗ്രസ് പിന്നീട് എവിടെയെന്ന് ഈ ബംഗാൾ പാട്ടുകാർ പറയാറോ മാധ്യമങ്ങൾ ചോദിക്കാറോ ഇല്ല. കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് അടക്കി ഭരിക്കുകയും പിന്നീട് വാഷൌട്ട് ആവുകയും ചെയ്ത സംസ്ഥാനങ്ങളിൽ പിന്നീട് ഒരു കാലത്തും അവർ തിരികെ വന്നിട്ടുമില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ BJPയുടെ കൂടെ കൂടി ഇടത് സർക്കാരിനെതിരെ കോൺഗ്രസ് ചെയ്യുന്ന അതേ പരിപാടിയുടെ എക്സ്റ്റൻഷൻ ആയിരുന്നു ഡൽഹിയിൽ അവിടുത്തെ കോൺഗ്രസും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ മുന്നണിയിലെ പ്രബല പാർട്ടിയും BJPയോട് നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ആം ആദ്മി പാർട്ടിയോടും അരവിന്ദ് കെജ്രിവാളിനുമെതിരെ BJPയേക്കാൾ കൂടുതൽ തീവ്രമായി പ്രചരണം നടത്തുകയും ഒടുവിൽ ഡൽഹി ഭരണം BJPയുടെ കയ്യിൽ സുഖമായി ഏൽപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ്. ഷീല ദീക്ഷിത് എന്ന അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് ശേഷം വെറും 6.37% വോട്ട് ഷെയറുമായി 3ാം തവണയും 0 സീറ്റുമായി രാജ്യ തലസ്ഥാനത്ത് നാണം കെട്ട് നിൽക്കുമ്പോഴും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ലാതെ ഡയലോഗ് അടിച്ച് നടക്കുന്ന AICC നേതാക്കൾ മുതൽ ലോക്കൽ ഫേസ്ബുക്ക് കൊങ്ങികളെ വരെ നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസ് IT സെല്ലിൽ നിന്ന് ആറാടുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാജ്യം ഭരണം പിടിച്ച കണക്കാണ് അവർ സന്തോഷിക്കുന്നത്. മുട്ടയും വാങ്ങി വീട്ടിൽ വന്നിട്ട് BJP ജയിച്ച സ്ഥലത്താണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കണം. K. ചന്ദ്രശേഖർ റാവു, അരവിന്ദ് കെജ്രിവാൾ, പിണറായി വിജയൻ എന്നിവരുടെ ഇന്ത്യ മുന്നണി യോഗത്തിലെ ഫോട്ടോകൾ വെച്ച് തെലങ്കാന ഡൽഹി തെരഞ്ഞെടുപ്പിൽ 2 പേർ വീണു. അടുത്തത് കേരളമാണ് എന്നൊക്കെയാണ് മല്ലു കൊങ്ങികൾ ആഹ്ലാദിക്കുന്നത്. UPയിൽ ഇന്നത്തെ വയനാട് MP ആയ പെങ്ങളായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. SP-യുടെ തെരഞ്ഞെടുപ്പ് ഫോർമുല അംഗീകരിക്കാതെ ഒറ്റയ്ക്ക് മത്സരിച്ചു. 3/4 പങ്ക് സീറ്റിലും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കിയിടത്തു പോലും കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ നിലപാട് കാരണം തോക്കുകയായിരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും ശക്തിയുള്ള ആം ആദ്മി പാർട്ടിയോട് ഒരു നീക്കുപോക്ക് പോലും സാധ്യവുമായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കുള്ള ഈ അമ്മാവൻ കളി ഒന്ന് ഒതുക്കി മറ്റ് കക്ഷികളുമായി ഉണ്ടാക്കിയ ഫോർമുലയുടെ മുകളിലാണ് 15 കൊല്ലത്തിനിടെ ഇന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്ക് വാ തുറക്കാനുള്ള ധൈര്യം വന്നത്. എവിടെ നിന്ന് ഒറ്റയ്ക്ക് ഭരിച്ച സംസ്ഥാനത്ത് 3 തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ച് മുട്ട വാങ്ങിയിട്ടും BJP ജയിച്ചിട്ടും ആഘോഷിക്കുന്ന അണികൾ തന്നെയാണ്. ഫാസിസത്തെ നേരിടുന്ന ഈ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി കിടു മുന്നണി തന്നെ എന്ന് പറയാതെ വയ്യ.